അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നതല്ലേ ഞങ്ങളെ ഇവിടെയുള്ള വീടിൻ്റെ അവിടെയുള്ള ബാക്കത്തെ ഒരു സ്പേസിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ കാണാം. അപ്പോൾ ഞാൻ കാണിക്കാൻ വന്ന സ്റ്റൗവിൻ്റെ പേരാണ് റോക്കറ്റ് സ്റ്റൗ. അപ്പോൾ നമുക്ക് പോയി കാണാം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ അടുപ്പ്. അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത് നമ്മളെ മാർബിള്, പിന്നെ ഉള്ളിൽ കോൺക്രീറ്റ് ആട്ടോ വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മളിതിന് പുക നമ്മൾ ഊതേണ്ട ആവശ്യമില്ല. നമ്മളിവിടെയാണ് ഇതിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ആക്കുമ്പോൾ ഫാൻ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീ നല്ല കത്തും, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ വിറക് വെച്ചിട്ടില്ല, കുറച്ചുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ കത്തുന്നത്. അല്ലെങ്കിൽ നല്ല ആളി കത്തും. അപ്പോൾ ഇതാണ് നമ്മളെ അടുപ്പ് പറയുന്നത്. 4 സൈഡ് നമ്മൾ മാർബിളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടിയിൽ നമ്മൾ ഇരുമ്പിൻ്റെ സ്റ്റാൻഡാണ് വെച്ചിരിക്കുന്നത്. ഇരുമ്പിൻ്റെ സ്റ്റാൻഡാണ് നമ്മൾ അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കണലൊക്കെ നല്ല ആളി കത്തും. അപ്പോൾ ഇത് എല്ലാവർക്കും നല്ല യൂസ്ഫുള്ളാണ്. നമ്മൾ അങ്ങനെ ഊതേണ്ട ആവശ്യമൊന്നുമില്ല, താനെ കത്തും. പിന്നെ പോരാത്തതിന് നമുക്കിതിൽ ഗ്രില്ല് ചെയ്യാം, കറികൾ ഉണ്ടാക്കുക, എല്ലാം ചെയ്യാം. അപ്പോൾ പിന്നെ നമ്മൾ വരുന്നത്, നമ്മളിവിടെ ഫുള്ള് ടൈലാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഊഞ്ഞാല് വരുന്നുണ്ട്. പിന്നെ ഇതാദ്യം ഒരു തത്തക്കൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് തത്ത മാറി പോയപ്പോൾ ഇത് ഇങ്ങനെ വെച്ചതാണ്. അപ്പോൾ നമ്മൾ ഷീറ്റ് മണ്ണ് വെള്ളം കണ്ട് ചാടുമ്പോൾ വെള്ളം കണ്ട് അടിച്ച് ഇവിടേക്ക് വെള്ളമാവും. അപ്പോൾ അതിന് വേണ്ടി എൻ്റെ അമ്മച്ച ചെയ്ത് വെച്ചാണ് 2 സൈഡിലും കൊള്ളി അടിയിലും മുകളിലും വെച്ചിട്ട് ഷീറ്റ് വെച്ചിട്ട്, അപ്പോൾ ഈ വെള്ളം നേരെ ഇവിടെ തട്ടിയിട്ട് താറ്റിക്ക് തന്നെ വീഴും. നമ്മളെ ഈ ഏരിയക്ക് വരില്ല. അപ്പോൾ ഇവിടെ ഇത്രേ ഉള്ളൂ. പിന്നെ ഈ സൈഡിൽ വരുന്നത് ബാത്റൂമാണ്. പിന്നെ ഇതും ഒരു ബാത്റൂമാണ്. പക്ഷേ ഇത് ബാത്റൂമും ഇത് സ്റ്റോറേജ് സ്പേസും ആണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ ഒരു ഡൈനിങ് ടേബിളും വെച്ചിട്ടുണ്ട്. പിന്നെ 5 ചെയറും വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റും നമ്മളെ